ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് പേപ്പറാണ് ഇന്ന് ആൻസർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപ് 4 ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജൂൺ 2013 ക്വസ്റ്റ്യൻ പേപ്പർ പവർ ആൻഡ് എസ്റ്റിമേഷൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ട് എ എന്റർപ്രണർഷിപ്പ്, എനർജി കൺസർവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ആ പോർഷന്റെ 20 മാർക്കാണ്. ബാക്കി നമ്മുടെ സബ്ജക്റ്റിൽ വരുന്നത് 80 മാർക്കാണ്. അപ്പോ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ബുക്ക്, ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ആ ബുക്ക്, അത് നിങ്ങൾ നോക്കി പഠിച്ച്, മലയാളത്തിലാണ് അത് പഠിച്ച് ആൻസർ എഴുതണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നു ക്വസ്റ്റ്യൻ ആ ഭാഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 sentences. അതില് 1 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. What are the duties of a personal manager? Then differentiate between store and stock. Store and stock തമ്മിലുള്ള ഡിഫറൻറ്റ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, write down the name of 2 largest service cum business organization owned by the central government. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള സർവീസ് കം ബിസിനസ് ഓർഗനൈസേഷൻ, അത് 2 എണ്ണത്തിന്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാം, BSNL പോലെയുള്ള സ്ഥാപനങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സർവീസ് കം ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോ BSNLന്റെ അവസ്ഥയും കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇപ്പോ അത് സർവീസ് ഭാഗത്തു നിന്നൊക്കെ പലതിനെ പിൻവലിയുന്നൊരവസ്ഥയാണ്. അപ്പൊ എന്തായാലും 2 എണ്ണത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 എണ്ണത്തിന്റെ പേര് എഴുതണം. അതിന് എക്സാമ്പിളാണ് ഞാൻ സൂചിപ്പിച്ചത്. 4ാമത്, വാട്ട് ഈസ് ISO 9000? എന്താണ് ISO 9000? State any 2 objectives of promoting incentives. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻസെന്റീവ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റ്, അതിന്റെ ഉദ്ദേശം എന്താണ്? 6, ഹൗ ലാപ്ടോപ്പ് ഡിഫേഴ്സ് ഫ്രം എ പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പിന്റെ വ്യത്യാസം എന്ത്? റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് 2 സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയിൽ പെട്ട 2 മെമ്മറിയുടെ പേര് എഴുതുക. 8ാമത്തെ, ലിസ്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് ROM, ROM യൂസ്ഡ്. ROM ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ലിസ്റ്റ് 2 എഴുതാം. 9, what is DBMS? Then last one is 10, what is PowerPoint? എന്താണ് PowerPoint? ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസിനും ഈ 2 സെന്റൻസാണ് എഴുതണ്ടോ. വേണ്ടി വന്നാൽ മാക്സിമം 3 സെന്റൻസ് ഒന്ന് എടുക്കണം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എന്റർപ്രണർഷിപ്പ് ആൻഡ് എനർജി കൺസർവേഷൻ എന്ന നമ്മുടെ ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ആ ബുക്കിലുണ്ട്. ആ ബുക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കി മലയാളത്തിലാണ് അത് നമ്മുടെ ആൻസർ എഴുതണം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് കഴിഞ്ഞാൽ ആ ബുക്കിനെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് പിന്നീട് എന്റെ പിന്നാലെ വരും. ദെൻ വി ഗോ ടു ദ പാർട്ട് ബി. പാർട്ട് ബിയിലേക്ക് കിടക്കുകയാണ്. 80 മാർക്ക് ആണ് ടോട്ടൽ. അതില് എക്സാമിനേഷന് 5 ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അതില് ഓരോ ക്വസ്റ്റ്യനിലും A, B എന്ന് പറയുന്ന 2 പാർട്ടുണ്ട്. അതിൽ 5 ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അത് പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ 5 ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ
10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നതാണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ, ഡ്രോ ദ സ്കീമാറ്റിക് ലേഔട്ട് ഓഫ് ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്. ലോ ഹെഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഡാമും പവർ ഹൗസും തമ്മിലുള്ള ആ ഹൈറ്റ്, അതാണ് ഹെഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഹെഡായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ 3 തരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉണ്ട്. ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ്. അങ്ങനെ 3ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ലോ ഹെഡിനെ സംബന്ധിച്ച ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പവർ ഹൗസിൽ ഓരോന്നിനും ഉപയോഗിക്കുന്ന നമ്മുടെ ടർബൈന്റെ വ്യത്യാസം. അപ്പൊ ടർബൈൻ പലതരത്തിലുള്ള ടർബൈൻ ഉണ്ട്. ഹൈ ഹെഡ് ആണെങ്കിൽ പെൽട്ടൺ വീൽ ടർബൈൻ, മീഡിയം ആണെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ, അതുപോലെ തന്നെ ലോ ഹെഡ് ആണെങ്കിൽ കപ്ലാൻ ടർബൈൻ. അങ്ങനെ ടർബൈൻസിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിലുണ്ടെങ്കിൽ അത് എഴുതണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക. അതായത് സ്കീമാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ട്. അത് ഡാം, അവിടെ നിന്നുള്ള പെൻ സ്റ്റോക്ക്, പ്രഷർ ടണല്, വാൽവേഴ്സ്, പവർ ഹൗസില് ടർബൈൻ, ജനറേറ്റർ, പിന്നെ ലാസ്റ്റ് വരുന്ന ടൈൽ റൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച വെള്ളം, അതായത് ടർബൈൻ കറങ്ങാനായിട്ട് ഉപയോഗിച്ച വെള്ളം അവസാനം ടൈൽ റൈസ് റിവറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ രീതിയിലാണ് വരേണ്ടത്. അതനുസരിച്ച് പടം വരയ്ക്കണം. 8 മാർക്കാണ് എഴുതുന്നത്. അതിൽ എ പാർട്ട് കഴിഞ്ഞാൽ അതിൽ ബി പാർട്ട് ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ പവർ ഫാക്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ. എന്താണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. പവർ ഫാക്ടർ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. അപ്പൊ അത് പവർ ഫാക്ടർ എന്നുള്ളത് അതെന്താണ് സംഭവം, അത് അതിനെക്കുറിച്ച് 2-3 വരി എഴുതുക. അങ്ങനെയാണ് പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ലോ പവർ ഫാക്ടർ ഉണ്ടാകുന്നതിന്റെ ബുദ്ധിമുട്ട്, പിന്നെ ലീഡിംഗ് പവർ ഫാക്ടർ ആണെങ്കിൽ അതിന്റെ ഗുണം. എപ്പോഴും വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ലോ പവർ ഫാക്ടർ ആകുന്ന ചില ലോഡുകളുണ്ട്, കണക്റ്റഡ് ലോഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, വൈൻഡിങ്ങിലേക്ക്, കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ലോ പവർ ഫാക്ടർ ആണ്. കപ്പാസിറ്റർ, കണ്ടൻസർ തുടങ്ങിയവയ്ക്ക് വൈദ്യുതി കണക്ട് ചെയ്യുമ്പോൾ, AC സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്, അത് കണക്ട് ചെയ്യുമ്പോൾ ലീഡിംഗ് പവർ ഫാക്ടർ ആണ്. അപ്പൊ എപ്പോഴും എക്കണോമിക്കലായിട്ട്, സാമ്പത്തികമായിട്ട് എപ്പോഴും ലീഡിംഗ് പവർ ഫാക്ടർ വരാവുന്ന വിധത്തിൽ ലോഡുകൾ കണക്ട് ചെയ്യാറുള്ളത്. പക്ഷെ അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കണം, അവിടെ ലീഡിംഗ് പവർ ഫാക്ടർ ആവില്ല, ലാഗിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പൊ ലാഗിംഗ് പവർ ഫാക്ടർ ആകുമ്പോൾ എക്കണോമിക്കലായിട്ട് എന്ത് സംഭവിക്കും, അതിനെ സംബന്ധിച്ച് വിവരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ P = V × I × cos ∅. ഇതിൽ cos ∅ എന്ന് പറയുന്നത് പവർ ഫാക്ടർ. ഇതാണ് പവർ ഫാക്ടർ. ഇതില് വോൾട്ടേജും കറണ്ടും അത് കോൺസ്റ്റന്റ് ആയി വെച്ചാൽ പിന്നെ പവർ ഫാക്ടറാണ് ഇരുന്നത്. ഇത് മാറ്റം വരുമ്പോൾ പവറിൽ മാറ്റം വരും. അതായത് ഒന്നുകിൽ വോൾട്ടേജ് കൂടും, അല്ലെങ്കിൽ കറണ്ട് കൂടും. അപ്പോ അങ്ങനെ സെയിം പവർ കിട്ടണമെങ്കിൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു ചേരും. അപ്പൊ അതാണ് പവർ ഫാക്ടർ ലാഗിങ് ആയാൽ, ലോ പവർ ഫാക്ടർ ആയാൽ ഉണ്ടാകുന്ന കാര്യം. അത് എക്കണോമിക്കലല്ല എന്ന് വെച്ചിട്ട് നമുക്ക് സപ്ലൈ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ എപ്പോഴും നമുക്ക് വൈദ്യുതി തരുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡാണ്, KSEB ആണ്. KSEB എപ്പോഴും ലീഡിംഗ് പവർ ഫാക്ടർ ഉപയോഗിക്കാനായിട്ടാണ് നമ്മളെ ഉപദേശിക്കുക, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മോട്ടോർ തിരിയാതിരിക്കാൻ പാവില്ല. അപ്പൊ അവിടെ മോട്ടോർ തിരിഞ്ഞാൽ ലോ പവർ ഫാക്ടറാണ് വരിക. അപ്പൊ അത് അതിന്റെ കുഴപ്പം എന്ന് പറയുന്നത് ലോ പവർ ഫാക്ടർ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരുമ്പോൾ, അതാണ് ഇതിന്റെ ചുരുക്കം പറഞ്ഞത്. അപ്പൊ അതിനെ സംബന്ധിച്ച് എഴുതണം. അതാണ് ഡിഫൈൻ പവർ ഫാക്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ. ലോ പവർ ഫാക്ടർ ആയാണ് കുഴപ്പം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
A. Draw the arrangement of standard pipe earthing as per IS specification. പൈപ്പ് എർത്തിങ്ങിനെ സംബന്ധിച്ച് IS സ്പെസിഫിക്കേഷൻ അത് നമുക്ക് വരച്ച് നിങ്ങൾ അതിന്റെ മെഷർമെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, IS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ISI അനുസരിച്ച് സ്പെസിഫിക്കേഷനിൽ ഒരു പൈപ്പ് എർത്തിങ്ങിന് അതിന്റെ ഡെപ്ത്, വിഡ്ത്ത്, പൈപ്പിന്റെ സൈസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അത് പടത്തിൽ ഉണ്ട്. അത് നിങ്ങൾ അല്പം പഠിക്കണം, അത് വൈകാട്ടി പഠിക്കണം, അത് വരച്ച് പഠിച്ച് അത് വരച്ച് എഴുതണം, പഠിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കണം. അതാണ് വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട്, വൈ AC പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഹൈ വോൾട്ടേജ്. എന്തുകൊണ്ട് AC-യിൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? AC-യിൽ എന്തുകൊണ്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? അത് വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. ഇതില് V വർദ്ധിപ്പിക്കുമ്പോൾ കറണ്ട് കുറയും. സ്വാഭാവികമായിട്ട് ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തണം. അതായത് പവർ കുറയാതെ വോൾട്ടേജിനെ വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും. ദാറ്റ് ഈസ് മാത്തമാറ്റിക്സ്, അത് കണക്കാണ്. അപ്പൊ കറണ്ട് കുറഞ്ഞാൽ എന്താ ഗുണം? കറണ്ട് കുറഞ്ഞാൽ ആ ഒഴുകുന്ന ലൈൻ, കറണ്ട് ഒഴുകുന്ന ലൈൻ, അതിന്റെ കമ്പിയുടെ വണ്ണം, അതായത് ഡയാമീറ്റർ, അത് കുറവ് മതി. അപ്പൊ കുറഞ്ഞ ഡയാമീറ്ററുള്ള കമ്പി ഉപയോഗിച്ചാൽ മതി. കമ്പി ഡയാമീറ്റർ കൂടുമ്പോൾ എന്താ? അതിനനുസരിച്ച് പൈസ കൂടും. കമ്പിയുടെ വലുപ്പം കൂടുമ്പോൾ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ആ മെറ്റീരിയൽ കോസ്റ്റ് കുറയാൻ വേണ്ടി കമ്പിയുടെ വണ്ണം കുറയ്ക്കുക. കമ്പിയുടെ വണ്ണം കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് കൂടണം. കമ്പി ആവശ്യത്തിന് കമ്പിയില്ലെങ്കിൽ കമ്പി ചുട്ടുപഴുക്കും. അപ്പൊ അതിൽ കൂടി വേണം നമ്മൾ ഉദ്ദേശിച്ചത്ര കറണ്ട് അമ്പിയർ കടത്തിവിടാനായിട്ട് കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് വോൾട്ടേജിനെ വർദ്ധിപ്പിച്ച് കറണ്ടിനെ കുറയ്ക്കണം ചെയ്യുന്നത്. അത് പവർ, സെയിം പവർ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഹൈ വോൾട്ടേജ് സിസ്റ്റം നമ്മുടെ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും, ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പോയിന്റ് വിട്ടുപോകാതെ എഴുതാം. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, A. Explain the operation of circuit breaker in association with other devices with the help of diagram. 4 തരം സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. 4 തരത്തെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് എഴുതുക. അപ്പൊ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? മറ്റ് ഉപകരണങ്ങളെ അപേക്ഷിച്ച് സർക്യൂട്ട് ബ്രേക്കറിന്റെ പ്രത്യേകത. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഏതെങ്കിലും കാരണവശാൽ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുമ്പോൾ അല്ലെങ്കിൽ ഒഴുകേണ്ട ആവശ്യം വന്നാൽ ആ സർക്യൂട്ട് ബ്രേക്കർ, അതായത് ലൈനിലേക്കുള്ള സപ്ലൈ കട്ടാക്കും. അത് നോർമലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കറണ്ടിനെ കടത്തും. അപ്പൊ അത് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. അതായത് നമ്മൾ മാനുവലി ഓപ്പറേറ്റഡ് അല്ല. അതാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെ പ്രത്യേകത. അപ്പൊ അത് ഒരാൾ ചെന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത് ഓൺ ചെയ്യുന്ന അവസ്ഥ ഇല്ല. പ്രത്യേകിച്ച് സബ്സ്റ്റേഷനുകൾ, പവർ ഹൗസുകൾ, അവിടേക്കാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 4 തരം സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഫോൺ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ ഓയിൽ ഫീൽഡ് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. 4 തരത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓരോന്നിനെയും പടം വരച്ച് എഴുതി തന്നിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം. ഇതിലേതെങ്കിലും ഒരെണ്ണം ആദ്യം എന്താണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഒരു 3, 4, 5 ലൈന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം ഇതിന് എക്സാമ്പിളായിട്ട് ഒരു സർക്യൂട്ട് ബ്രേക്കർ, ഈ 4 ഏതെങ്കിലും ഒരെണ്ണം പടം വരച്ച് അതിന്റെ പ്രവർത്തനം ഉപയോഗിക്കും. അടുത്ത അതില് 4ാമത്തെ ക്വസ്റ്റ്യനിൽ ബി പാർട്ട്, ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് കൂളിംഗ് എംപ്ലോയിഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമർ കൂളിംഗ്, ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, പവർ സെക്ഷനിൽ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമർ പ്രധാനമായിട്ട് നമ്മുടെ സപ്ലൈയിൽ ഉപയോഗിക്കുന്ന 2 തരമാണ്. ഒന്ന് പവർ ട്രാൻസ്ഫോർമർ, മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് നമ്മൾ വഴിയോരത്ത് കാണുന്ന ട്രാൻസ്ഫോർമർ. അപ്പോൾ 11 kV ലൈൻ വന്ന് വഴിയോരത്ത് ഒരു സബ്സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 2 പോസ്റ്റ് അല്ലെങ്കിൽ 4 പോസ്റ്റ്, 4 പോസ്റ്റിനെ
ക്രോസാം കൊടുത്തു, അതിനെ ട്രാൻസ്ഫോർമറിലേക്ക് 11 kV ലൈൻ വന്നു. അതിനെ 440 അല്ലെങ്കിൽ 415 വോൾട്ടായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വോൾട്ടേജിനെ കുറച്ച് കറണ്ടിനെ കൂട്ടി. അപ്പോൾ ഒരു ചെറിയ സബ്സ്റ്റേഷനാണത്. അത് വഴിയോരത്ത് നമ്മൾ ചിലത് തറയൊക്കെ കെട്ടി അതിനെ പ്ലിന്ത് മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയും. അതിന്റെ പടം വരയ്ക്കാനൊക്കെ നിങ്ങൾക്കുണ്ട്, രണ്ടിന്റെയും പടമുണ്ട്. പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ട്രാൻസ്ഫോർമർ വെച്ച് സപ്ലൈ സിസ്റ്റത്തെ നിലനിർത്തുക, അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമറിന്റെ കൂളിങ്ങിനെ സംബന്ധിച്ച് എഴുതാനാണ് പറയുന്നത്. കൂളിംഗ് പലതരത്തിലുണ്ട്, 4 തരത്തിലുള്ള കൂളിംഗ് നമ്മുടെ ട്രാൻസ്ഫോർമറിൽ നമ്മൾ ഇപ്പോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ, അതിലെ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് ആ ചോദ്യം. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട്. ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് കൂളിംഗ് എംപ്ലോയ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. അപ്പൊ നമ്മുടെ വഴിയോരത്തിരിക്കുന്ന ട്രാൻസ്ഫോർമർ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. അതിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓയിൽ ഫിൽഡ് എയർ കൂൾഡ്. ഓയില് നിറച്ചു വെച്ചിട്ടുണ്ട്, വൈൻഡിങ് ഓയിൽ മുങ്ങിയിരിക്കും, എയർ കൊണ്ട് ഓയിലിനെ കൂളിംഗ്. അതാണ് ഓയിൽ ഫിൽഡ് എയർ കൂൾഡ് ട്രാൻസ്ഫോർമർ. ആ സിസ്റ്റമാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിൽ ഉപയോഗിച്ചത്. ഓരോന്നിനെ സംബന്ധിച്ച് നമുക്ക് എഴുതിയിട്ടുണ്ട്, നോട്ടുണ്ട്. അപ്പൊ ഈ ഇതിനെ കുറിച്ച് എഴുതാം. അതില് 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആൻഡ് വർക്കിംഗ് ഓഫ് എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്കെച്ച്. ഫസ്റ്റ് പാർട്ടില് എനർജി മീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഫേസും സിംഗിൾ ഫേസും എനർജി മീറ്റർ. അതിൽ സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ പടം വരച്ച് അതിന്റെ പ്രവർത്തനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നിർമ്മാണം, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, അതിന്റെ ഡീറ്റെയിൽസ് എഴുതുക. സിംഗിൾ ഫേസ് എനർജി മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് അറിയാം. എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരം, എനർജി അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എനർജി മീറ്റർ. അത് KWH-ലാണ്. അതിന് ഒരു KWH എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പൊ അതിന്റെ പടം വരയ്ക്കുക, അത് വരച്ചിട്ട് മീറ്ററിന്റെ ഫങ്ഷൻസും അതിന്റെ പാർട്സും അതിനെ സംബന്ധിച്ച് എഴുതുക. ബി പാർട്ട്, ഡ്രോ ദ എക്സ്പ്ലെയിൻ ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടോർ ആൻഡ് സ്റ്റേറ്റ്സ് ഇസ് ആപ്ലിക്കേഷൻ. DC ഷണ്ട് മോട്ടോർ ഫസ്റ്റ് പേപ്പറിലുണ്ട്, അത് സെക്കൻഡ് പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ DC ഷണ്ട് മോട്ടോറിന്റെ ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ അല്ല, ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത്. അത് ലോഡ് ചെയ്യുമ്പോൾ, ജനറേറ്റർ ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അതിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. DC ഷണ്ട് മോട്ടോർ എങ്ങനെ വരയ്ക്കാനുള്ള ഇലക്ട്രിക്കൽ ഫിഗർ നിങ്ങൾക്ക് അറിയാവുന്ന വരച്ചു തന്നിട്ടുണ്ട്. ജനറേറ്ററും മോട്ടറും ഇലക്ട്രിക്കൽ ഫിഗർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇവിടെ DC ഷണ്ട് മോട്ടോർ, ഇത് ആർമേച്ചർ, ഇത് ഫീൽഡ്. മോട്ടർ ആകുമ്പോൾ എന്താണ്, നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ടർമിനേക്ക് വോൾട്ടേജ് കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് ലോഡ് കറണ്ട് കൊടുത്താൽ കുറച്ച് ഫീൽഡിലേക്ക് ആക്കി ആർമേച്ചറിലേക്ക് കൊടുക്കും. അതന്നെയാണ് ഷണ്ട് DC മോട്ടോർ. ഇപ്പൊ ജനറേറ്ററിന്റെ പടം വരയ്ക്കുകയാണെങ്കിലും മോട്ടറിന്റെ പടം വരയ്ക്കുകയാണെങ്കിലും സംഭവം തന്നെയാണ്. ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ പുറത്തേക്ക് സപ്ലൈ എടുക്കുന്നു, മോട്ടർ ആണെങ്കിൽ സപ്ലൈ കൊടുക്കുന്നു. അത്ര വ്യത്യാസമായിട്ടുള്ളൂ. നിർമ്മാണത്തില് 90%, 99% മോട്ടറും ജനറേറ്ററും ഒന്നാണ്, വ്യത്യാസം ഇല്ല. മറ്റേത് ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ ആർമേച്ചറിനെ തിരിച്ചു കൊടുക്കണം. ഇവിടെയോ ഒരു DC സപ്ലൈ ആർമേച്ചറിലേക്ക് കൊടുക്കും. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം
അതിനെ സംബന്ധിച്ച ഗ്രാഫാണ്. ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ് ഇങ്ങനെ വരും. അതായത് ലോഡ് കൂടുമ്പോൾ കറണ്ടിലും വോൾട്ടേജിലും വരുന്ന മാറ്റം, അത് കൂടുതൽ ലോഡ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കറണ്ടിന്റെ അളവ് കൂടും. അതിലേക്ക് എടുക്കുന്ന കറണ്ട്, മോട്ടറിലേക്ക് എടുക്കുന്ന കറണ്ടിന്റെ അളവ് കൂടും. അതിനെ സംബന്ധിച്ചുള്ള അതാണ് ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിന്റെ ഗ്രാഫ് വരച്ച് എഴുതുക, എന്താണ് മോട്ടർ എന്നുള്ള കാര്യം കൂടി 2 സെന്റൻസിലൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ്. അതിനുശേഷം മാത്രം ഇതിന്റെ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ കണക്ഷൻ ഡയഗ്രാം ഓഫ് ഡബിൾ ട്യൂബ് ഫ്ലൂറസെന്റ് ലാമ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്. ഡബിൾ ട്യൂബ് ഫ്ലൂറസെന്റ് ലാമ്പിന്റെ പടമൊക്കെ പലവട്ടം വരച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഡബിൾ ട്യൂബാണ്, അപ്പൊ ഡബിൾ ചോക്ക് ഉണ്ടായിരിക്കും. അത് അതിന്റെ പ്രവർത്തനം വിവരിക്കുക, അതിന്റെ കണക്ഷൻ ഡയഗ്രാം വരയ്ക്കുക. കണക്ഷൻ ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ നോട്ടിലുണ്ട്, നോക്കുക. 2 ട്യൂബ്, ചോക്ക്, സ്റ്റാർട്ടർ, ട്യൂബ്, ചോക്ക് എല്ലാം ട്യൂബില് പടം വരച്ച് തന്നിട്ടുണ്ട്. ആ പടം നോക്കുക, അത് വരച്ച് പഠിക്കുക. അതിനുശേഷം അതിന്റെ ആൻസർ നിങ്ങളുടെ ഇതിലെഴുതാൻ, പേപ്പറിൽ എഴുതാം. അപ്പൊ അത് വളരെ സിമ്പിളാണ്. ഏതാണ്ട് ഒരു പേജിനേക്കാൾ കൂടുതൽ വരും. അതിന്റെ പടവും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ വരും. അതിൽ ബി പാർട്ട് വരുന്ന ക്വസ്റ്റ്യനില് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഗ്യാപ്പ് അറസ്റ്റർ. ലൈറ്റ്നിങ് അറസ്റ്റർ ആണ്. ഇതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഓൺ ഗ്യാപ്പ് അറസ്റ്റർ. അതിൽ 4 എഴുതണം. 4 എഴുതാൻ വേണ്ടി 2 മാർക്കുള്ള ഓരോന്ന്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് 4 ടോപ്പിക്ക് തന്നിട്ടുണ്ട്, 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഓൺ ഗ്യാപ്പ് അറസ്റ്റർ, ഡിസ്ട്രിബ്യൂട്ടർ, HRC ഫ്യൂസസ്, ഹൈ റെപ്യൂട്ടറിംഗ് കപ്പാസിറ്റി ഫ്യൂസസ് ആണ് HRC ഫ്യൂസസ്. High reflecting capacity fuses. HRC fuses. Then transposition of conductors. ട്രാൻസ്മിഷനിൽ പ്രത്യേകിച്ച് ഇത് DC വരുന്ന പോർഷനാണ്. നിങ്ങൾക്ക് എടുത്തുണ്ടാവാനുള്ളൊരു സാധ്യത കുറവാണ്. അത് നോക്കിയിട്ട് അത് വെച്ച് വയ്ക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നീട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തരാം. ഈ 3 കുറിച്ച് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഓൺ ഗ്യാപ്പ് അറസ്റ്റർ, എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വരുന്നത് സബ്സ്റ്റേഷനുകളിലാണ്. സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷൻ ലൈനില് അവിടെ ഉണ്ട് ഒരു സബ്സ്റ്റേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടർ. HRC ഫ്യൂസ്, ഹൈ റെപ്യൂട്ടറിംഗ് കപ്പാസിറ്റി ഫ്യൂസ്, അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് 6ാമത്തെ ക്വസ്റ്റ്യൻ. എയും ബിയും ആകുമ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയി. നെക്സ്റ്റ് 7, എ സൂപ്പർ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ലോഡ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ താഴെ പറയുന്ന ലോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് പോയിന്റ് 25, ഫാൻ പോയിന്റ് 10, സോക്കറ്റ് ഔട്ട്ലെറ്റ് 5 ആംപിയർ 8 സോക്കറ്റ് ഔട്ട്ലെറ്റ് 15 ആംപിയറിന്റെ 5. വളരെ സിമ്പിളാണ്. ഇത്തരം കണക്ക് നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് ഇയറിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് വെറുതെ കഴിക്കുക, അത് കഴിഞ്ഞ് എന്റെ യൂണിറ്റ് കണ്ട് എഴുതില്ല. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലൈറ്റ് പോയിന്റ് 25 എണ്ണത്തിന് ലൈറ്റ് പോയിന്റ് നമ്മൾ 60 ആയിട്ട് എടുക്കുക. 60 പാർട്സ്. ഒരു പോയിന്റ് 60 പാർട്ടായിട്ട് എടുക്കുക. അപ്പൊ എത്ര വരും? 6, 5, 30, 3, 6, 12, 3, 15.
5. Then fan point. ഫാൻ എത്രയാണ്? 10 എണ്ണം. 10 ഇൻറ്റു 60. വേണമെങ്കിൽ 100 കൊടുക്കാം. 100 ആവശ്യം വരുന്നില്ല. അപ്പോൾ എത്ര വരും? 1000 വാട്ട്സ്. Then socket outlet. Socket outlet എന്ന് പറയുന്നത് 5 amps. 5 amps എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 30 ഇൻറ്റു 5 ആംപിയറിന്റെ 60 ഇൻറ്റു 5 8. അപ്പോൾ 600 വാട്ടായിട്ട് കണക്കാക്കിയാൽ മതി. അതായിരിക്കും നമുക്ക് 5 ഇൻറ്റു 600 വാട്ട് ഒരു ഔട്ട്ലെറ്റിന്. അങ്ങനെ 600 ഇൻറ്റു 8 6 48 4500 വാട്ട്സ്. 15 ഔട്ട്ലെറ്റ് 15. അത് 1000 ആയിട്ട് കണക്കാക്കാം. 1000 വാട്ട് ഇൻറ്റു. അപ്പോൾ 5000. ഇത് ഒരു മണിക്കൂറിന് വരുന്ന പവറാണ്. ഒരു മണിക്കൂറിന് ഉപയോഗിക്കുന്ന വാട്ടാണ്. അത്രയും പവർ. അത് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു ഇതിൽ പറയുന്നുണ്ടാവും. ഇവർ പറയുന്ന മണിക്കൂറിന്റെ കണക്കല്ല. ഡ്രോ ദ വയറിംഗ് ലേഔട്ട് വിച്ച് ഇൻക്ലൂഡ്സ് മീറ്റർ ബോർഡ്, DB ആൻഡ് അതർ കൺട്രോൾ ഡിവൈസസ്. ഇപ്പോൾ കാൽക്കുലേഷൻ അല്ല പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഞാനത് കാൽക്കുലേഷൻ ആണെന്നുള്ള രീതിയിലാണ് എഴുതിയത്. അപ്പോൾ അത് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ വരുന്നത് സൂപ്പർ മാർക്കറ്റിൽ 25 ലൈറ്റ് പോയിന്റ് ഉണ്ട്, 10 ഫാനിൻ്റെ പോയിന്റ് ഉണ്ട്, പിന്നെ 8 ആംപിയറിൻ്റെ സോക്കറ്റ്, 15 ആംപിയറിൻ്റെ 5 എണ്ണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സിംഗിളായിട്ട് ഉള്ള ലൈൻ വരച്ചാൽ മതി. സിംഗിൾ ലൈൻ അത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, അതാണ് DB എന്ന് പറയുന്നത്. ഇതിൽ DB പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അത് ഇതിൻ്റെ കൺട്രോൾ ഡിവൈസസ് PLCB അടക്കം, ഫ്യൂസ് യൂണിറ്റ് അടക്കം വരണം. മെയിൻ സ്വിച്ച് വേണം. അത്തരം കാര്യങ്ങൾ സർക്യൂട്ടിൽ വരച്ച് അത് കൂടുതൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ആ നോട്ട് മാത്രം പറഞ്ഞ്. അതിന് 16 മാർക്കുണ്ട്. ഫുൾ ക്വസ്റ്റ്യൻ ആണത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ ക്വസ്റ്റ്യൻ. ദെൻ 8 estimates the main materials required for the erection of 3-phase 100 kVA 11 kV bar 415 volt 50 Hz distribution transformer on the foundation. Use accessories standard specifications. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ഒരു ഫൗണ്ടേഷനിൽ ഇറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇറക്റ്റ് ചെയ്യുമ്പോൾ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? എന്താ അതിന്റെ ഫൗണ്ടേഷൻ പറഞ്ഞിട്ടുണ്ട്? പോസ്റ്റമ്മയാണ് ഇറക്റ്റ് ചെയ്യുന്നത്. അത് പ്ലിന്തല്ല, തറയിലല്ല ട്രാൻസ്ഫോർമർ വെച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പോസ്റ്റ് ഉപയോഗിച്ച് ഈ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതിനാവശ്യമായി വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. എത്ര പോസ്റ്റ് വേണം? 2 പോസ്റ്റ് വേണം. 2 പോസ്റ്റുമാർ ക്ലോസാംസ് വേണം. വരുന്ന ലൈനിന്റെ ഇൻസുലേറ്റേഴ്സ് വേണം. HT ഇൻസുലേറ്റർ ഉണ്ട്. മറ്റുള്ള ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എത്ര ക്ലോസാം വേണം? ക്ലോസാം, 10 പോയിന്റ്, അതിൻ്റെ ക്ലാമ്പുകൾ, നെറ്റ് ബോൾട്ടുകൾ തുടങ്ങി ട്രാൻസ്ഫോർമർ, അതിന് വരുന്ന ഫ്യൂസ് യൂണിറ്റ്, ഇത്തരം കാര്യങ്ങൾ ഓരോന്ന്. ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 100 kVA ട്രാൻസ്ഫോർമർ. അപ്പോൾ അത് എൻ്റെ സ്പെസിഫിക്കേഷൻ അടക്കം എഴുതി വയ്ക്കുക. അതിൽ ഫുൾ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ 16 മാർക്ക് അതിന് ഉണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ. A 3-phase 4-wire LT line is to be drawn for a length 700 meters. ഒരു LT ലൈൻ 700 മീറ്റർ ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. Prepare an estimate for the line erection by using suitable accessories.
use RCC pole of 11 meter long. Length of span between pole is 35 meter. 35 മീറ്ററാണ് രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം. അതായത് സ്പേസിങ് ബിറ്റ്വീൻ ടു പോൾസ്. ഇപ്പൊ പോളിന്റെ ഉയരം തന്നുണ്ട് 11 മീറ്റർ, 11 മീറ്റർ ഉയരം. രണ്ട് കാലുകൾ, ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ്. ഈ പോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് സ്പേസിങ് എന്ന് പറയും. സ്പേസിങ് ഈ ഹൈറ്റ് ആണ് 11 മീറ്റർ. അതിനെ കുറിച്ചൊന്നും നമ്മള് ബോധമില്ല, അവരത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 മീറ്റർ. ഇത് 35 മീറ്റർ. 35 മീറ്റർ. ടോട്ടൽ എത്ര ലെങ്ത് വരുന്നുണ്ട്? 700. 700/35 എത്ര വരും? 20 പോളുകൾ, 20 പോസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. 20 എണ്ണം കൃത്യമായിട്ട് എഴുതണം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് അവർ തന്നിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആയാലും അതും കൂടി എഴുതി വെക്കണം. അപ്പോൾ 20 പോസ്റ്റ് വരും, അതിന്റെ ക്രോസ് ആംസ് വരും, പിന്നെ അതിന്റെ LT ഇൻസുലേറ്റർ വരും, ക്ലാമ്പുകൾ വരും, സ്റ്റേ വരും, അതിന് ഉപയോഗിക്കുന്ന കണ്ടക്ടർ മെറ്റീരിയൽ അലുമിനിയം കണ്ടക്ടർ. അപ്പൊ അലുമിനിയം കണ്ടക്ടർ എത്ര വേണം? 4 ലൈൻ വരുന്നുണ്ട്. 3 ഫേസും ഒരു ന്യൂട്രൽ. അപ്പൊ അങ്ങനെ 4 ലൈൻ. അതിന്റെ ലെങ്താണ് 700 മീറ്റർ. അപ്പൊ അതേ സംബന്ധിച്ച് ഓരോന്നും എന്തൊക്കെ വരുന്നു എന്നുള്ളതിന്റെ എസ്റ്റിമേറ്റ് എഴുതി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ 16 മാർക്കുണ്ട് അതിന്. ആ 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് നോക്കി കൃത്യമായിട്ട് ഒന്നും വിട്ടു പോകാതെ എഴുതാം. ലൈൻ എക്സ്റ്റൻഷൻ ആണ് LT ലൈൻ, ലോ ടെൻഷൻ ലൈൻ എക്സ്റ്റൻഷൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ അതിൽ 2 പാർട്ടുണ്ട്, A ഉണ്ട് B ഉണ്ട്. അതിൽ A പാർട്ട് ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ എറക്ഷൻ ഓഫ് 110 kV ട്രാൻസ്മിഷൻ ലൈൻ. 110 kV ട്രാൻസ്മിഷൻ ലൈനിന്റെ മെറ്റീരിയൽസ് സ്റ്റീൽ ആംഗ്ലർ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളതിന്റെ പടമൊക്കെ ധാരാളം വരച്ചല്ലോ. അപ്പോൾ അതിന് വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെ, അതിന് 8 മാർക്കാണ്. അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതി വയ്ക്കും. അതിൽ B പാർട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് UG കേബിൾ. UG എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കേബിൾ. ഡിഫറെൻറ്റ് അണ്ടർഗ്രൗണ്ട് കേബിളിനെ കുറിച്ചൊക്കെ വളരെ കൃത്യതയോടുകൂടിയിട്ട് പടം വരച്ച് തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് 3 തരം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്